നമ്മുടെ പിള്ളേരെല്ലാം തികഞ്ഞവരാണല്ലേ. അഭിനയം, പാട്ട്, ഡാൻസ്, അങ്ങനെ അവരെ ആക്കി എടുക്കാണ്, അവരെ മെനഞ്ഞെടുക്കാണ്, മോൾഡ് ചെയ്തെടുക്കാണ്. അതാണ് ടോപ്പ് സിംഗർ. ടോപ്പ് സിംഗർ ആദ്യം വരുമ്പോ എങ്ങനെയാ ഈ പിള്ളേര് എലിയെ പോലിരിക്കും. പിന്നെ അവസാനം പഠിച്ചു വരുമ്പോഴത്തേ അവര് സ്മാർട്ടായിട്ട് പുലിയെ പോലെ ആയിട്ട് ഓരോ വേദികളിലൊക്കെ ഇപ്പൊ പോയി പെർഫോം ചെയ്യുന്ന കണ്ടിട്ടില്ല. ഇവിടെ പാടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഡെയിലി ഗാനമേളയാണ്. ഉത്സവ സീസൺ അല്ലേ, അവരൊക്കെ പോയി കലക്കല്ലേ. പിന്നെ നമ്മുടെ ശ്രീഹരി ഇല്ലേ, ശ്രീഹരിയൊക്കെ നോക്കുമ്പോ ഉണ്ട് ആൾക്കാരുടെ ഇടയിലൊക്കെ നിന്ന് എനിക്ക് കണ്ടിട്ട് ഞെട്ടിപ്പോവാ ഞാൻ. അതുപോലെ തന്നെ ദിയക്കുട്ടി, വരട്ടെ, എല്ലാരും വരട്ടെ. ഒരു പുതിയ തലമുറ നമ്മുടെ സൃഷ്ടിച്ചില്ല. അതെ. മിനുട്ടി, എം.ജി സാർ ഇങ്ങനെ നിമിഷ കവി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം വേറൊരു പാട്ടിന്റെ വരികൾ എടുക്കുന്നു, സംഗീത സംവിധായകൻ, ഒരു കള്ളക്കവി, വരികൾ എടുക്കുന്നു, കിട്ടുന്ന ട്യൂണിന്റെ കൂടെ പാടുന്നു. ട്യൂൺ ഉണ്ടാക്കുന്നു, അല്ലേ? ട്യൂൺ ഉണ്ടാക്കി ആ രാഗത്തിലോട്ടും ആക്കി മാറ്റുന്നു. പക്ഷെ ഇതിൽ തന്നെ ഇപ്പം ശ്രുതിയിട്ടെ ഇതല്ലേ കിടക്കുന്നേ, ഇങ്ങനെ കിടക്കുന്നേ. തീരക്കോണിൽ ഏറിക്കാറ്റിൽ സുഖശായി രാഗലാപം. തീരക്കോണിൽ ഏറിക്കാറ്റിൽ സുഖശായി രാഗലാപം. മേഘക്കേറിൽ മാരിക്കേറിൽ ശുഭരാത്രി സന്ദേശങ്ങൾ. കുളിരുകുത്തും കുമ്പിൽ ഇനി നമുക്കുള്ളതല്ലോ. ഇതേത് പാട്ടാ? മനസ്സിലായില്ല. ഇതാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നുള്ള ചിത്രത്തിലെ അതിന്റെ വരികൾ മാറ്റിയതാണ്. അതായത് എന്റെ മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്റെ ഒരു പ്രൊഫഷനല്ല, എന്റെ ഒരു പാഷനാണ്. അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും നല്ല സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പടം ഞാൻ ചെയ്യുന്നുണ്ട്, അത് നല്ലൊരു പടമാണ്, നല്ല പാട്ടിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടമാണ്, 6 പാട്ടാണ്. അപ്പൊ വിളിക്കുമായിരിക്കും, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് എന്തെന്ന് വെച്ചാൽ നമുക്കൊരു പാഷനായിട്ട് അത് അവര് പറഞ്ഞിരിക്കുന്ന ഇഷ്ടംപോലെ സമയമെടുത്ത് ചെയ്തിട്ട് അപ്പൊ നമുക്കൊരു സുഖമുണ്ട്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക, 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. നല്ല രസമുണ്ട്, നല്ല ഉഗ്രം കളറല്ലേ, കണ്ണടിച്ചു നല്ല കളറ്, പർപ്പിൾ അല്ലേ, ഡബിൾ കളറിങ്, കൊറേ കളറുണ്ട്. ഇങ്ങനെ കോപ്പർ കളർ അടിയില് ആണോ? മകളെ സുഖമാണോ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താണ് കഥ ചോദിക്കണേ? ഭയങ്കര സന്തോഷം. ശരിക്കും തന്നെ ആ ഡ്രസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാ വന്നിരിക്കുന്നത് അല്ലേ? അതാണോ? എന്താ സന്തോഷം? അല്ല, വേറെ എന്തെങ്കിലും കിട്ടിയോ? ലോട്ടറി അടിച്ചോ? പിന്നെ എന്താ പാട്ട് പഠിച്ചിട്ടില്ലേ? പാട്ട് പഠിച്ചോ? ഇനി അതിന്റെ സന്തോഷമാണോ? ഇതെന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം എന്തെങ്കിലും ഒരു 5 കോടിയോ എന്തെങ്കിലും അടിച്ചു കാണും. പിന്നെ കുഴപ്പമൊന്നുമില്ല. മകളെ എന്തോ ഏത് പാട്ടാ പാടുന്നത്? ചഞ്ചല ദ്രുതപദ താളം. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലയോ? അപ്പം റിവ്യൂ പറഞ്ഞ ചഞ്ചല ദ്രുതപദ താളമല്ല, വേറെ ഏതോ പാട്ടാണ്. ഞാൻ അഞ്ചല ദ്രുതപദ താളം പറഞ്ഞു. അതെ. അപ്പം ചേട്ടൻ പറഞ്ഞു അഞ്ജന എന്ന് പറഞ്ഞു. അഞ്ജന അപ്പൊ അഞ്ജനയാണോ ചഞ്ചലയാണോ? ചഞ്ചലയാണ്. അഞ്ജനയല്ലേ? അഞ്ജന അല്ല, ചഞ്ചല. നിങ്ങൾ പറഞ്ഞൊന്നല്ല. ചെമ്പക അല്ല, ചഞ്ചല. ചഞ്ചല, അതാണ്. ആരാ എഴുതിയത്? കൈതപ്രൻ സാർ. എനിക്ക് ഉറപ്പായിട്ട് ചഞ്ചലയായിരിക്കും, മാറത്തില്ല. പിന്നെ മ്യൂസിക് മോഹൻ സിത്താര സാർ. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് തന്നെ ആയിരിക്കും. പിന്നെ പാടിയത് ചിത്രാമ്മ. പിന്നെ ഉറപ്പായി. പിന്നെ മൂവി ഇഷ്ടം. കറക്റ്റ്. ഇഷ്ടം. വർഷം 2001. 2001. എന്റെ ദൈവമേ. നന്നായി പാടിട്ടാ. ഇവിടെ ആർക്കാ പ്രശ്നം? ചിരി 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 ബലതാ ചിരി പതിവാ ചിരി അഴകാ ചിരി അടവാ ചിരി നിറ ചിരി നറു ചിരി ഇളി ചിരി കൊല ചിരി കളവാം ചിരി അരുതേ അരുതേ ചിരി ചിരിയോ. വീട്ടിൽ നിന്ന് ആരാ വന്നേക്കണേ? വീട്ടിന്ന്
മാമൻ വന്നിട്ടുണ്ട്, അച്ഛനും പിന്നെ അമ്മയും അനിയനും. അച്ഛനും അമ്മയോട് ചോദിക്കട്ടെ, ഇത് തന്നെയാണോ വീട്ടിൽ ഈ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 4 വാക്ക് ഇങ്ങോട്ട് ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു നോക്കട്ടെ. എന്ത് പറഞ്ഞാലും ചിരിയ. നിങ്ങൾ വഴക്ക് പറഞ്ഞാലും ചിരിക്കും. പക്ഷെ എന്ത് രസമായിരിക്കും ആ വീട് അല്ല എന്ന് ആലോചിക്കുക. പോസിറ്റീവ് പക്ഷെ കൂടുതൽ വഴക്ക് പറയാനും പറ്റൂല, അപ്പൊ അല്ല അങ്ങനെയൊന്നുമില്ല. അനശ്വര കുട്ടി എന്തോ എന്തോ ഓക്കെ യെസ്. എന്തായാലും നല്ല സെലക്ഷൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു വൃന്ദാവന സാരംഗിൽ ഇങ്ങനത്തെ ഒരു ചടുലമായ ഋതത്തോടു കൂടിയുള്ള പാട്ടുകൾ വളരെ കുറവാണ്. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.